കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സുപ്രീം കോടതി കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം എങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭർത്താക്കന്മാരുടെ അടുത്ത് കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, കുട്ടികളുടെ കസ്റ്റഡി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല, കസ്റ്റഡി എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രമേ ലഭിക്കുള്ളൂ, നിങ്ങൾ കസ്റ്റഡിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ് കിട്ടില്ല എന്നുള്ള പിന്തിരിപ്പൻ നയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന വിധി ഒന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. കോടതി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: നോർമലി ഇഫ് ദ പാരൻസ് ആർ ലിവിങ് ഇൻ ദ സെയിം ടൗൺ or area, the spouse who has not been granted custody is given visitation rights over weekends only എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും വലിയ അകലമില്ലാത്ത ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്രോക്സിമേറ്റ്ലി ഒരു 50 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിലാണ് ഭാര്യയുടെയും ഭർത്താവിനും വീട് എന്നുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് മൈനർ കുട്ടികളാണ്, പ്രത്യേകിച്ചും 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിലാണ് കൊടുക്കേണ്ടത്. എല്ലാ ആഴ്ചയുടെയും വീക്കെൻഡ്സിലെ ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആ കസ്റ്റഡി നിജപ്പെടുത്തേണ്ടത് എന്നുള്ളത് കോടതി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വേണമെങ്കിൽ 10 തൊട്ട് 11 മണി വരെ കിട്ടിയെന്ന് വരുള്ളൂ. പക്ഷേ ഓരോ 90 ദിവസം കഴിയുന്തോറും പുതിയ പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ട് ഈ ഒരു കാലയളവ് കൂട്ടിക്കൊണ്ടുവരാനും, അത് നൈറ്റ് കസ്റ്റഡി, അതായത് ശനിയാഴ്ച കാലത്ത് 10 മണി, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച ഫുൾ ടൈം, ഞായറാഴ്ച 4:30 വരെ ആക്കിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതും ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് ദ സ്പോസസ് ആർ ലിവിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ, it may not be feasible or in the interest of the child to create impediments in the education of the child by a frequent breaks, and in such cases the visitation rights must be given over long weekends, breaks and holidays എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ 2 സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ 2 വ്യത്യസ്തമായിട്ടുള്ള ജില്ലകൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, ഒരാൾ തൃശ്ശൂർ, അല്ലെങ്കിൽ ഒരാൾ തൃശ്ശൂർ, ഒരാൾ കാസർഗോഡ്, അങ്ങനെയുള്ള വലിയൊരു ഡിസ്റ്റൻസ് വരുന്ന സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കെൻഡ് കസ്റ്റഡി അല്ല സാധാരണ അനുവദിക്കുക. ലോങ് വീക്കെൻഡ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേ പോലുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ അടുപ്പിച്ച് മുടക്ക് വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ്, വിഷു, ബക്രീദ് പോലെയുള്ള 2-3 ദിവസങ്ങൾ അടുപ്പിച്ച് മുടക്ക് വരുന്ന ദിവസങ്ങളിലായിട്ടായിരിക്കും കസ്റ്റഡി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത് പറ്റി പറഞ്ഞ പോയിന്റ് ഇതാണ്: ഇൻ കേസസ് ലൈക്ക് ദിസ് പ്രസന്റ് വൺ വേർ ദ പാരൻസ് ആർ ഇൻ 2 ഡിഫറെൻറ്റ് കോണ്ടിനെന്റ്സ്, effort should be made to give maximum visitation rights to the parent who is denied custody എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ ഇന്ത്യയിൽ താമസിക്കുന്നു, മറ്റാൾ USA അല്ലെങ്കിൽ കാനഡയിലോ UK അല്ലെങ്കിൽ മലേഷ്യയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീക്കെൻഡ് പരിപാടി ഒരിക്കലും നടക്കില്ല. പകരം ഈ കുട്ടി എന്ന് പറയുന്നത് എന്താണ്, ലോങ് വെക്കേഷൻസ് വരികയാണെന്ന് വിചാരിക്കുക. അതായത് 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം പോലെയുള്ള വെക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആർക്കാണോ കസ്റ്റഡി കിട്ടാത്തത് അയാൾക്കായിരിക്കും കുട്ടിയുടെ കസ്റ്റഡി മാക്സിമം ദിവസങ്ങളിലും കൊടുക്കേണ്ടത് എന്നാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ കസ്റ്റഡിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കസ്റ്റഡി എന്ന് പറയുന്നത് നിരാകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ നിർബന്ധമായിട്ടും കുട്ടിക്ക് വേണ്ടിയിട്ട് ഗാർഡിയൻ ഓപ്പി ഫയൽ ചെയ്ത് കുട്ടിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കസ്റ്റഡി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നുണയാണ്, ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് യാക്ഷിത സാഹു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഓൺ 20 ജനുവരി 2020 സുപ്രീം കോടതി വിധിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ എല്ലാ അച്ഛന്മാരും കുട്ടികളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഗാർഡിയൻ OP ഫയൽ ചെയ്യുക. ഒപ്പം തന്നെ ഒരു ഇൻ്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻ IA ഫയൽ ചെയ്തിട്ട് ചെയ്യുക. IA ഫയൽ ചെയ്യുകയാണെങ്കിൽ 4 ആഴ്ചക്കുള്ളിൽ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.